ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഓട്ടോമോട്ടീവ് വ്ളോഗ്സ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ടൂ വീലർ ഉപഭോക്താക്കളുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇന്ന് ലോകോത്തര നിലവാരത്തിലുള്ള പല ടൂ വീലറുകളും ഇന്ത്യൻ നിരത്തുകളിൽ കാണാൻ സാധിക്കും. ഈ ഒരു വിപ്ലവത്തിന് തുടക്കം കുറിച്ച കുറച്ച് വാഹനങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ പട്ടികയിൽ ഒന്നാമനാണ് ബ്രിട്ടൻ നിർമ്മിത ബൈക്കായ റോയൽ എൻഫീൽഡ് ബുള്ളറ്റുകൾ. 1940ഓടെ ബുള്ളറ്റുകൾ ഇന്ത്യൻ വിപണിയിൽ എത്തിയെങ്കിലും അത്ര ജനപ്രീതി നേടാൻ ബുള്ളറ്റുകൾക്ക് സാധിച്ചില്ല. പിന്നീട് ഇന്ത്യൻ ആർമി ബുള്ളറ്റുകൾ ഏറ്റെടുത്തതോടെയാണ് റോയൽ എൻഫീൽഡ് ഇന്ത്യയിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഇന്ത്യയിലെ ദുർഘടമായ അതിർത്തി പ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ പറ്റിയ ബൈക്കിനു വേണ്ടിയുള്ള ആർമിയുടെ തിരച്ചിൽ ചെന്നെത്തിയത് റോയൽ എൻഫീൽഡ് ബുള്ളറ്റിലാണ്. അങ്ങനെ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി 80 ബുള്ളറ്റുകൾ റോയൽ എൻഫീൽഡ് നിർമ്മിക്കുകയാണ് ചെയ്തത്. പിന്നീട് സ്വന്തം നാടായ ബ്രിട്ടനിൽ റോയൽ എൻഫീൽഡ് തകർന്നടിഞ്ഞെങ്കിലും 1955 ഇന്ത്യയിലെ മദ്രാസ് മോട്ടോഴ്സുമായി ചേർന്ന് ഇന്ത്യയിൽ ബുള്ളറ്റുകളുടെ പ്രൊഡക്ഷൻ ആരംഭിച്ചു. 1981 ആയപ്പോഴേക്കും 25,000 ബുള്ളറ്റുകൾ ഇന്ത്യയിൽ വിറ്റഴിഞ്ഞു. 1987ഓടെ റോയൽ എൻഫീൽഡ് വീണ്ടും നഷ്ടത്തിലാകുകയും 90 ആയപ്പോഴേക്കും ഐഷർ ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് റോയൽ എൻഫീൽഡ് ഇന്ത്യയിൽ ഇറക്കിയ മോഡലുകളെല്ലാം തന്നെ വൻ വിജയമായി തീർന്നു. വർഷങ്ങളേറെയായെങ്കിലും ഒട്ടും പ്രതാപം ചോരാതെ ആ രാജകീയ വാഹനം ഇപ്പോഴും ഇന്ത്യൻ നിരത്തുകളിലൂടെ കടന്നുപോകുന്നു. ഈ പട്ടികയിലെ മറ്റൊരു ലെജൻഡറി ബൈക്കാണ് യമഹ RX100. 1985 ജപ്പാൻ കമ്പനിയായ യമഹ ഇന്ത്യയിലെ എസ്കോട്ട് ഗ്രൂപ്പുമായി ചേർന്ന് RX100 ഇന്ത്യയിൽ അവതരിപ്പിച്ചു. ഈ കുഞ്ഞൻ ബൈക്കിലെ 98cc 2 സ്റ്റോക്ക് എഞ്ചിനിൽ നിന്നും ലഭിച്ചിരുന്നത് 11 bhp പവറും 110 ടോപ്പ് സ്പീഡുമാണ്. അന്നുള്ളതിൽ വെച്ച് ഏറ്റവും ലൈറ്റ് വെയ്റ്റും പവർഫുള്ളുമായ 100cc ബൈക്കായിരുന്നു RX100. 150cc ബൈക്കുകളെ വെല്ലുന്ന പെർഫോമൻസാണ് RX100 കാഴ്ചവെച്ചത്. എക്കാലത്തെ വാഹനപ്രേമികളുടെ ഡ്രീം ബൈക്കിൽ ഒന്ന് തന്നെയാണ് RX100. മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ ഇന്ത്യയിൽ കർശനമായതോടെ യമഹയ്ക്ക് RX100ന്റെ പ്രൊഡക്ഷൻ അവസാനിപ്പിക്കേണ്ടതായി വന്നു. 35 വർഷം പിന്നിട്ടെങ്കിലും ഇന്നും ഒട്ടും തന്നെ വീര്യം ചോരാതെ ആ കുഞ്ഞൻ റോക്കറ്റ് ഇന്ത്യൻ റോഡുകളിലൂടെ കുതിച്ചു പായുന്നത് കാണാം. ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന മറ്റൊരു ബൈക്കാണ് ഹീറോഹോണ്ട CD100. 1985 ജപ്പാൻ കമ്പനിയായ ഹോണ്ട ഇന്ത്യയിലെ ഹീറോയുമായി ചേർന്ന് പുറത്തിറക്കിയ ബൈക്കാണ് CD100. ഫിൽ ഇറ്റ് ഷട്ട് ഇറ്റ് എന്ന പരസ്യവാചകത്തോടെ ഇറങ്ങിയ CD100 അക്കാലത്തെ ഏറ്റവും മികച്ച മൈലേജ് ബൈക്കുകളിൽ ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം ജനപ്രീതി നേടാൻ CD100ന് സാധിച്ചിരുന്നു. 1991 CD100ന്റെ പുതിയ മോഡലായ CD100 SS ലോഞ്ച് ചെയ്തു. പിന്നീട് 2000 ആയപ്പോഴേക്കും ഹീറോഹോണ്ട CD100ന്റെ പ്രൊഡക്ഷൻ നിർത്തി. ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന മറ്റൊരു ബൈക്കാണ് ഹീറോഹോണ്ട സ്പ്ലെൻഡർ. ഹീറോഹോണ്ട എന്ന കമ്പനിയുടെ വളർച്ചയിൽ അവിഭാജ്യ ഘടകമാണ് സ്പ്ലെൻഡർ. സ്പ്ലെൻഡറിന്റെ വരവോടുകൂടിയാണ് ഹീറോഹോണ്ട ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചടക്കിയത്. ഏകദേശം 10 ലക്ഷത്തിലധികം ബൈക്കുകളാണ് ഒരു വർഷം വിറ്റഴിഞ്ഞത്. പിന്നീട് 2004 ഗ്രാഫിക്സിലും ലൈറ്റിങ്ങിലും വ്യത്യാസം പറ്റി സ്പ്ലെൻഡർ പ്ലസ് എന്നൊരു മോഡൽ കൂടി ഇറക്കി. പിന്നീട് 2007 അലോയിലുള്ള മോഡലും 2011 സെൽഫ് സ്റ്റാർട്ടോട് കൂടിയ മോഡലുകളും ഇറക്കി. ഇപ്പോഴും കമ്മ്യൂട്ടർ ബൈക്ക് ഉപഭോക്താക്കളുടെ ഇടയിലെ ഇഷ്ടവാഹനമാണ് സ്പ്ലെൻഡർ. ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന മറ്റൊരു ബൈക്കാണ് ഹീറോഹോണ്ട CBZ. 1999 ഹീറോഹോണ്ട CBZനെ ലോഞ്ച് ചെയ്യുന്നത്. CBZന്റെ വരവോടെയാണ് ഇന്ത്യയിൽ 150cc പെർഫോമൻസ് ബൈക്കുകളുടെ പ്രൊഡക്ഷൻ ആരംഭിച്ചത്. 156.6cc 4 സ്റ്റോക്ക് എഞ്ചിനാണ് ഹീറോഹോണ്ട ഇതിൽ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അഡീഷണൽ ഫ്യൂവൽ എഞ്ചിനിൽ എത്തിക്കുന്നത് വഴി ബൈക്കിന്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ ഹീറോഹോണ്ടയ്ക്ക് സാധിച്ചിരുന്നു. പിന്നീട് 2004 CB സ്റ്റാർ എന്നൊരു വേരിയന്റ് കൂടി ഇറക്കുകയും 2005 CBZ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന മറ്റൊരു ബൈക്കാണ് ബജാജ് പൾസർ. മൈലേജ് കമ്മ്യൂട്ടർ ബൈക്കുകൾക്കും ഹൈ കപ്പാസിറ്റി ബൈക്കുകൾക്കും മാത്രം പ്രാധാന്യം നൽകിയിരുന്ന ഇന്ത്യൻ ജനതയുടെ ഇടയിലേക്കാണ് 2001 ബജാജ് പൾസറിനെ ലോഞ്ച് ചെയ്യുന്നത്. 180, 150 എന്നീ രണ്ട് സെഗ്മെന്റിലാണ് പൾസർ പുറത്തിറങ്ങിയത്. 150 വേരിയന്റ് 12 bhpയും 180 വേരിയന്റ് 15 bhp പവറും പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. 18 ലിറ്റർ ഫ്യൂവൽ ടാങ്ക്, ഡിസ്ക് ബ്രേക്ക് എന്നിവയായിരുന്നു മറ്റു പ്രത്യേകതകൾ. പിന്നീട് 2003 സെക്കൻഡ് ജനറേഷൻ പൾസർ DTSI ടെക്നോളജിയുമായി ലോഞ്ച് ചെയ്തു. അങ്ങനെ പൾസറിലൂടെ DTSI എന്ന ടെക്നോളജി ഇന്ത്യയിലെത്തി. പിന്നീട് അങ്ങോട്ട് പൾസർ ലോഞ്ച് ചെയ്ത ഓരോ വേരിയന്റുകളും വൻ വിജയമായി തീർന്നു. അങ്ങനെ പൾസർ എന്നത് ശരിക്കും ഒരു ബ്രാൻഡ് നെയിമായി തന്നെ മാറി. ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന ആദ്യ സ്കൂട്ടറാണ് ബജാജ് ചേതക്. 1975 ബജാജ് ചേതക് എന്ന സ്കൂട്ടറിനെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഇറ്റാലിയൻ സ്കൂട്ടറായ വെസ്പയെ അടിസ്ഥാനമാക്കിയായിരുന്നു ചേതകിന്റെ ഡിസൈൻ. രജപുത്ര രാജാവായിരുന്ന റാണ പ്രതാപന്റെ കുതിരയുടെ പേരായിരുന്നു ബജാജ് ഈ സ്കൂട്ടറിന് നൽകിയത്. 4 സ്പീഡ് ട്രാൻസ്മിഷനോട് കൂടിയ 150cc 2 സ്റ്റോക്ക് എഞ്ചിനാണ് ബജാജ് ഇതിലൂടെ അവതരിപ്പിച്ചത്. ഈ എഞ്ചിനിൽ നിന്ന് 7.5 bhp പവറും 90 km ടോപ്പ് സ്പീഡും ലഭിച്ചിരുന്നു. ആദ്യകാലങ്ങളിൽ ഈ സ്കൂട്ടർ സ്വന്തമാക്കണമെങ്കിൽ ബുക്ക് ചെയ്ത് ഏകദേശം 1 വർഷത്തോളം കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. പിന്നീട് 2002 4 സ്റ്റോക്ക് എഞ്ചിനിലേക്ക് അപ്ഡേറ്റ് ചെയ്തു. പിന്നീട് ഗിയർലെസ് സ്കൂട്ടറുകളുടെ വരവോടുകൂടി ചേതക്കിന് ഡിമാൻഡ് കുറഞ്ഞപ്പോൾ 34 വർഷത്തെ വിപണനത്തിന് ശേഷം 2005 ബജാജ് ചേതക്കിനെ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന മറ്റൊരു സ്കൂട്ടറാണ് കൈനറ്റിക് ഹോണ്ട. ഇന്ത്യൻ കമ്പനിയായ കൈനറ്റിക് എഞ്ചിനീയറിംഗ് ലിമിറ്റഡും ജപ്പാൻ കമ്പനിയായ ഹോണ്ടയും ചേർന്നാണ് 1984 കൈനറ്റിക് ഹോണ്ട എന്ന ഗിയർലെസ് സ്കൂട്ടറിനെ ലോഞ്ച് ചെയ്യുന്നത്. കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷനോട് കൂടിയ 99cc 2 സ്റ്റോക്ക് എഞ്ചിനാണ് ഇതിലൂടെ അവതരിപ്പിച്ചത്.
1998 ആയപ്പോഴേക്കും ഹോണ്ട കൈനറ്റിക്കിനെ വിട്ടുപോവുകയും 2008 ആയപ്പോഴേക്കും മഹീന്ദ്ര കൈനറ്റിക്കിനെ ഏറ്റെടുക്കുകയും ചെയ്തു. 2005 ആയപ്പോഴേക്കും 2 സ്ട്രോക്കിൽ നിന്ന് 4 സ്ട്രോക്കിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിടുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.